വരാം. പാലക്കാട് നെന്മാറ സജിത വധക്കേസിൽ ശിക്ഷാവിധി അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. പ്രതി ചെന്താമരയെ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. ശിക്ഷാവിധി പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ്. ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. കേസിലെ ഏക പ്രതിയാണ്. കഴിഞ്ഞ ദിവസം പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷാവിധി പ്രഖ്യാപിക്കാൻ പോകുന്നത്. 2019 ചെന്താമര സജിതയെ വീട്ടിൽ കയറി കൊലപ്പെടുത്തുന്നത്. തന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസികളായ സജിതയും പുഷ്പയുമാണെന്നായിരുന്നു ചെന്താമര വിശ്വസിച്ചത്. ഇരുവരും തന്റെ കുടുംബത്തിനെതിരെ കൂടോത്രം നൽകിയെന്നടക്കം ചെന്താമര വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഭാര്യ തന്നിൽ നിന്ന് അകലാൻ കാരണമെന്ന ഉറച്ച വിശ്വാസമായിരുന്നു സജിതയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. വലിയ രീതിയിലുള്ള വൈരാഗ്യം അയാൾ വെച്ചു പുലർത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ കൊലപാതകത്തിന് ശേഷവും യാതൊരു കൂസലുമില്ലാതെ അയാൾ കോടതിയിലെത്തുകയും ഒപ്പം താൻ കുറ്റക്കാരനാണെന്ന കോടതി വിധി പ്രസ്താവിക്കുന്നതും അയാൾ നോക്കി നിൽക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ആ കേസിലാണ് കോടതി ശിക്ഷ വിധിക്കാൻ പോകുന്നത്. ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് സജിതയുടെ കുടുംബവും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും ശക്തമായി തന്നെ കോടതിയിൽ വാദിക്കുകയും ചെയ്തിട്ടുള്ളത്. അധികം വൈകാതെ തന്നെ വിധി പ്രസ്താവമുണ്ടാകും. പാലക്കാട് നിന്ന് സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ, വധശിക്ഷ നൽകണം എന്നാണ് നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദു, 2019 കൊലപാതക കേസാണ്. 5 മാസത്തോളം നീണ്ട വിചാരണയായിരുന്നു. സാക്ഷിമൊഴികൾ ഉൾപ്പെടെയുണ്ട്. വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടുള്ളത്. നമുക്ക് ഈ കേസിന്റെ ഒരു വിശദാംശങ്ങൾ, കേസിന്റെ ഹിസ്റ്ററി ഒന്ന് പങ്കുവയ്ക്കാമോ? അതായത് 2019 ചെന്താമര ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്യുന്നത്. ഇയാൾ പറയുന്നത് തന്റെ ഭാര്യ പിണങ്ങി പോകാനുള്ള കാരണം ഈ സജിതയും മറ്റൊരു സ്ത്രീയും ചെയ്ത മറ്റെന്തോ പ്രവർത്തികൾ കാരണമാണ് എന്നുള്ളതാണ്. ഇങ്ങനെ പക കയറിയാണ് താൻ ഈ സജിതയെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയത് എന്നുള്ളതായിരുന്നു ചെന്താമരയുടെ മൊഴി. അങ്ങനെ ഇതിൽ പിടിയിലായ ചെന്താമര ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് വീണ്ടും സജിതയുടെ ഭർത്താവിനെയും ഭർത്താവിന്റെ അമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. അങ്ങനെ വളരെ ക്രൂര കുറ്റകൃത്യമായിരുന്നു ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതേസമയം ഈ 2020 തന്നെ ഈ കുറ്റപത്രം സമർപ്പിച്ച് സജിത കൊലപാതക കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 44 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. ഇവരെല്ലാം തന്നെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയത്. കൊലപാതകം ഒപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇപ്പോൾ കുറ്റം തെളിഞ്ഞിട്ടുള്ളത്. ഈ സംഭവത്തിൽ പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണം എന്നുള്ളത് ഇവരുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ പോത്തുണ്ടിയിലെ ഈ ബോയൻ കോളനി, ചെന്താമര താമസിക്കുന്ന ബോയൻ കോളനിയും വലിയ ഭയപ്പാടിലായിരുന്നു. ഇതിലെ മുഖ്യ സാക്ഷിയായ പുഷ്പ ചെന്താമരയെ ഭയന്ന് നാട് വിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ പുറത്തിറങ്ങിയാൽ വീണ്ടും തന്നെ കൊലപ്പെടുത്തുമെന്നുള്ള ഭയം പുഷ്പയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ പുഷ്പ ആ ബോയൻ കോളനിയിൽ നിന്നും ഈ കേരളത്തിൽ നിന്നും തന്നെ പുറത്തേക്ക് പോകുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സജിതയെ കൊലപ്പെടുത്തി ജാമ്യത്തിൽ വന്ന ചെന്താമര പൂർണ്ണമായും നിയമം ലംഘിച്ചുകൊണ്ടാണ് ബോയൻ കോളനിയിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് പോലീസിനെ നിരവധി തവണ അവിടെയുള്ള നാട്ടുകാർ അറിയിച്ചെങ്കിലും പോലീസ് ഈ കാര്യത്തിൽ കൃത്യമായ നടപടികളൊന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല. അതായത് ചെന്താമരയോട് നെന്മാറ ഭാഗത്തേക്ക് വരരുത് എന്നുള്ളതായിരുന്നു ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് അയാൾ ബോയൻ കോളനിയിൽ തന്നെ പോയി താമസിക്കുകയും പിന്നീട് ഈ ഇരട്ട കൊലപാതകം നടത്തുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും അതോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഏതായാലും ചെന്താമരയ്ക്കെതിരെ ഏത് തരത്തിലുള്ള ശിക്ഷാവിധിയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ദുർമന്ത്രവാദത്തിലും ഒക്കെ വലിയ രീതിയിൽ വിശ്വസിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നില്ലേ ചെന്താമര?
തീർച്ചയായും അതായത് അത് തന്നെയാണ് ഈ കൊലപാതകത്തിനും കാരണമായത്. അതായത് ഈ കൊല്ലപ്പെട്ട സജിതയും ഒപ്പം തന്നെ പുഷ്പയും ഏതോ തരത്തിലുള്ള കൂടോത്രം ചെയ്തു എന്ന് കരുതിയാണ് ചെന്താമര ഇങ്ങനെ ഈ സജിതയെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയത്. ഒപ്പം തന്നെ പുഷ്പയെയും കൊലപ്പെടുത്തുമെന്ന് നിരവധി തവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ ഭീഷണി ഉയർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളെ വിചാരണയ്ക്ക് കോടതിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്തൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇയാൾ പറഞ്ഞത് താൻ ഇനിയും കൊലപാതകം ചെയ്യുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചെന്താമര ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം, കോടതിയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ തനിക്ക് വധശിക്ഷ നൽകിയാൽ മതി എന്നുള്ളതായിരുന്നു ചെന്താമരയുടെ വാദവും. പക്ഷേ ഇത്തവണ കാര്യമായി ഒന്നും തന്നെ പ്രതികരിക്കാൻ, അതായത് ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കാര്യമായ പ്രതികരണം ഒന്നും തന്നെ ചെന്താമരയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മറ്റൊന്ന്, ഈ കേസിൽ ശിക്ഷ വിധിച്ചാൽ പോലും ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിന്റെ വിചാരണ തുടങ്ങാനിരിക്കുകയാണ്. അതിൽ കൂടെ ഇനി വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ നടപടികൾ കൂടെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഏതായാലും ഇതിൽ വധശിക്ഷ തന്നെ നൽകണമെന്നുള്ളതാണ് കൊല്ലപ്പെട്ട സജിതയുടെയും സുധാകരന്റെയും മക്കളുടെ ആവശ്യം. അവരും വലിയ ഭയപ്പാടിലാണ്. ഏതെങ്കിലും തരത്തിൽ ചെന്താമര പുറത്തിറങ്ങിയാൽ വീണ്ടും ഈ കുറ്റകൃത്യങ്ങളൊക്കെ ആവർത്തിക്കുമെന്ന് ഇവർ ഉറച്ച് വിശ്വസിക്കുകയാണ്. എന്തായാലും ശിക്ഷാവിധി അധികം വൈകാതെ തന്നെ കോടതിയിൽ നിന്ന് ഉണ്ടാകും. കൊടും ക്രൂരതയ്ക്ക് എന്ത് വിധിയാണ് കോടതിയിൽ നിന്ന് വരാൻ പോകുന്നത് എന്ന് ഉറ്റുനോക്കുകയാണ്. ചെന്താമരയ്ക്ക് വധശിക്ഷ തന്നെ നൽകണം. അപൂർവങ്ങളിൽ അപൂർവമായി കണ്ട സജിത വധക്കേസിൽ വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ സജിതയുടെ കുടുംബവും അതേ ആവശ്യം തന്നെയാണ് ആവശ്യപ്പെട്ടുള്ളത്. എന്തായാലും